ഒരു നല്ല ഗവൺമെന്റ് വന്നു എന്ന് വെച്ചാൽ, ഒരു നല്ല പ്രഗത്ഭനായ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് വോട്ടേഴ്സിന്റെ പ്രസക്തിയാണ്. അതേ സമയത്ത് പ്രധാനമന്ത്രിയുടെ വാക്കുകളില്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങളില് അപജയമുണ്ട് എന്ന് വന്നാൽ, അതായത് നാം തെരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ശരിയായ പ്രധാനമന്ത്രി അല്ല എന്നും നമുക്ക് തോന്നും. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തില് അദ്ദേഹം ഒരു ഏകരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വിവിധ ജാതികൾ ഒന്നായി ജീവിക്കുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ തത്വസംഹിതകളും അതിനനുകൂലമായിരിക്കണം എന്ന രീതിയിലുള്ള ഏക സിവിൽ കോഡിനെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിനൊക്കെ അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ശ്രോതാക്കൾക്ക് കൃത്യമായി മനസ്സിലാകും. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നത്, അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യയെ 2047 ആകുമ്പോഴത്തേക്കും മൂന്നാമത്തെ ശക്തിയാക്കി ഉയർത്തും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. മൂന്നാമത്തെ ശക്തിയാക്കി ഉയർത്തും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോഴും നാം ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ബജറ്റില്, പൂർണ്ണ ബജറ്റില്, അതായത് 2024 ജൂലൈ 23 അവതരിപ്പിച്ച ബജറ്റില് കാണിച്ചിരിക്കുന്ന GDP മീൻസ് ആഭ്യന്തര മൊത്ത വരുമാനം, ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന, അതായത് 2024-25 കാലത്ത് ധനവർഷത്തിൽ പ്രതീക്ഷിക്കുന്ന GDP എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 3,26,36,912 കോടിയാണ്. എന്ന് വച്ചാൽ 3.26 ട്രില്യൺ, അതായത് 3.26 ട്രില്യൺ ആണ് പ്രതീക്ഷിക്കുന്ന GDP. അപ്പോൾ ഇപ്പൊ നാം ഒന്നാമത് എന്നാണല്ലോ അദ്ദേഹം മുദ്രാവാക്യം തന്നെ, ഇന്ത്യ ഒന്നാമത് എന്നാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കണക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, US-ന്റെ GDP എത്രയാണ് ഇന്ന്? 28 ട്രില്യൺ. അവിടുത്തെ പോപ്പുലേഷൻ 34 കോടി ആണ് അവിടുത്തെ ജനസംഖ്യ. അപ്പൊ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $76,000 ആണ്. അപ്പൊ ഈ 3.26 ട്രില്യൺ GDP നമ്മുടേത്, ആ അത്രയും GDP ഉള്ള നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ്? 144 കോടി 17 ലക്ഷം. അത് വേണമെങ്കിൽ 145 കോടി എന്ന് നമുക്ക് പറയാം. 145 കോടി ജനങ്ങളെ ഈ 3.26 ട്രില്യൺ GDP പെർ ക്യാപിറ്റ ആയിട്ട് നോക്കിയാൽ എത്ര കുറവാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇന്ത്യ ഒന്നാമത് എന്ന മുദ്രാവാക്യത്തിന് എന്താണ് പ്രസക്തി? ഭാവിയിൽ ഇന്ത്യ ഒന്നാമതാകും എന്നാണ് പറയുന്നത് എങ്കിൽ അതിന് പ്രസക്തിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് മറ്റു കണക്കുകളിലേക്ക് നോക്കുക. ജനസംഖ്യ, ലോകത്തെ ഒന്നാം ജനസംഖ്യയാണ് ഇന്ത്യ. 144 കോടി 17 ലക്ഷം ഓർ 145 കോടി 17 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഏതാനും മാസമായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 145 കോടി ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ആയുർദൈർഘ്യത്തില് 125-ാം സ്ഥാനമാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ നമ്മളെക്കാളൊക്കെ വളരെ ആയുർദൈർഘ്യം കൂടിയ രാജ്യങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ 125-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്, ശരാശരി ആയുർദൈർഘ്യം 69.8 വയസ്സാണ്. 69.8 വയസ്സ്. അതായത് ഇത് 125-ാം ഇൻഡെക്സ് ആണ്. അതായത് ശരാശരി 125-ാം സ്ഥാനത്താണ് നമ്മൾ ആയുർദൈർഘ്യത്തില്. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ സാക്ഷരതാ നിരക്ക് നോക്കാം. 128-ാം സ്ഥാനത്താണ് ഇന്ത്യ സാക്ഷരതാ നിരക്കിൽ. ഇനിയുമുണ്ട്. സന്തോഷ സൂചിക എടുത്താൽ 206 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇത്തരം കണക്കുകൾ യുണൈറ്റഡ് നേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ സന്തോഷ സൂചികയിൽ 126-ാം സ്ഥാനത്താണ് ഇന്ത്യ ഇരിക്കുന്നത്. ഇനിയുമുണ്ട് വേറെയും സൂചികകൾ ഇതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ട്. GDP-യുടെ വളർച്ചാ നിരക്ക് എടുക്കുക. GDP-യുടെ വളർച്ചാ നിരക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 7.8% വളർച്ചാ നിരക്ക് ഈ വർഷം നമ്മൾ നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 20-ാമത്തെയാണ്. അതായത് ഈ ആഗോള തലത്തിൽ 20-ാമത്തെ വളർച്ചാ നിരക്കാണ്. ആ കാര്യത്തിലാണെങ്കിലും ഒന്നാമത് എന്ന് നരേന്ദ്രമോദിക്ക് പറയുവാൻ കഴിയുകയില്ല. ഇനി വേറൊന്ന് നമുക്ക് നോക്കാവുന്നത് ശതകോടീശ്വരന്മാരുടെ എണ്ണം. ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ആ കാര്യത്തിലാണ് ഇന്ത്യ ഇപ്പൊ ഒന്നാമതെത്താൻ പോകുന്നത്. അതായത് ഈ 2047 ആകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഒന്നാമത് എത്തിയേക്കാം. എത്ര ശതകോടീശ്വരന്മാരാണ് ഉള്ളത് ഇന്ത്യയിൽ എന്നറിയാമോ? 169 ശതകോടീശ്വരന്മാരുണ്ട്. മുകേഷ് അംബാനി
അദാനി ഇങ്ങനെ ഇങ്ങ് പോരും ആ പട്ടിക. അങ്ങനെ 169 ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യ ആ കാര്യത്തിൽ മാത്രം 206 രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അത് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ വലിയ കാലദൈർഘ്യം വേണ്ടി വരില്ല. അത് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ടാണ് ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചത് എന്നതിന് കണക്കുകളുണ്ട്. അതായത് തോമസ് പിക്കറ്റി അടക്കമുള്ളവർ ചേർന്ന്, അതായത് 2 ഇന്ത്യക്കാരും 2 ഫ്രഞ്ച് പൗരന്മാരും കൂടെ, സാമ്പത്തിക വിശാരദർ ചേർന്ന് നടത്തിയ ഒരു പഠനം 1922 മുതൽ 2023 വരെ നടത്തിയ പഠനം ഉള്ള കാലഘട്ടത്തിലെ ഇവിടത്തെ അസമത്വ വളർച്ച, ഇന്ത്യയിലെ അസമത്വ വളർച്ചയെ പറ്റി നടത്തിയ പഠനം. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഇന്ത്യ ഏറ്റവും കൂടുതൽ അസമത്വത്തിലേക്ക് ചേക്കേറിയ 10 വർഷങ്ങളാണ് 2014 മുതൽ 2023 വരെയുള്ള വർഷങ്ങൾ എന്നാണ്. അവരുടെ കണക്കനുസരിച്ച്, അവരുടെ കണ്ടെത്തൽ അനുസരിച്ച് ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ 20.1% കൈവശം വെച്ചിരിക്കുന്നത് 1% ഇന്ത്യക്കാരാണ്. 1% ഇന്ത്യക്കാര്. അതുപോലെ ഇന്ത്യയുടെ ധനത്തിന്റെ ധനത്തിന്റെ 40.1% കൈവശം വെച്ചിരിക്കുന്നതും ഇതേ 1% ധനാഢ്യരാണ്. അപ്പം ഈ 1% അതിഭീകരമായിട്ട് വളർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ബാക്കിയുള്ള 99% പേരും കൂടെ ആ 60% ധനമാണ് ബാക്കിയുള്ള 99% ഇന്ത്യക്കാരും കൂടെ പങ്കിടുന്നത് എന്നർത്ഥം. അത്ര വലിയ അസമത്വം. ആ അസമത്വത്തിന്റെ വളർച്ചയിൽ ഇന്ത്യ ഒന്നാമതെത്താൻ വളരെ ചുരുങ്ങിയ നാളുകൾ മതി. ഒരുപക്ഷെ ഈ വർഷം തന്നെ അസമത്വ ഇതില് ഇന്ത്യ ഒന്നാമതെത്തി എന്നിരിക്കാം. ഒരുപക്ഷെ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതോ അങ്ങനെ തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ പ്രതിരോധ ചെലവിന്റെ കാര്യത്തില് ഇന്ത്യ വീണ്ടും 3-ാം സ്ഥാനത്താണ്. പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആളോഹരി വരുമാനം വളരെ താഴ്ന്നു നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് GDP-യിൽ വളരെ താഴ്ന്നു നിൽക്കുന്നു. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണ് 142-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 142-ാം സ്ഥാനത്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യം ഡിഫൻസിന് വേണ്ടി 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാരുടെ അനുസരിച്ച് 3-ാം സ്ഥാനം, ഡിഫൻസിലും 3-ാം സ്ഥാനം. അപ്പൊ ഈ ഡിഫൻസിൽ 3-ാം സ്ഥാനം ആവുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിഫൻസിൽ 3-ാം സ്ഥാനം ആവുക എന്ന് വെച്ചാല് അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകാൻ പറ്റാത്ത ഒരു പ്രതിരോധമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ചെലവ് കൂടുന്നതിന്റെ കാരണം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിൽ പാളിച്ചകളുണ്ട്, വിള്ളലുകളുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതൊന്നും സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ആരെപ്പോൾ ഹനിക്കും എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിൽപ്പ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ. ആ കാര്യത്തിലും ഇന്ത്യ വളരെ മുമ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 2-ാം സ്ഥാനത്താണ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ. അത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ 2-ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ 144 കോടിയിലധികം ജനങ്ങളുള്ള, അഥവാ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ 2-ാം സ്ഥാനത്ത് എത്തുന്നു എന്ന് പറയുന്നതിൽ വലിയ അതിശയമില്ല. പക്ഷെ അവിടെയും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ 1% വരുന്ന ശതകോടീശ്വരന്മാര് അവരുടെ കരങ്ങളിൽ തന്നെയാണ് നമ്മുടെ മൊബൈലും അതുപോലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെലിഫോൺ ലൈൻസും കണക്ടിവിറ്റിയും ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണ്. നേരത്തെ BSNL-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ BSNL നവരത്നങ്ങളിൽ ഒന്നായി വളർന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് അതിനെ തയ്ച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ഈ കോടീശ്വരന്മാരൊക്കെ മുൻപോട്ട് കയറി പോകുന്നത്. അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇന്ത്യ ഒന്നാമത് എന്ന മുദ്രാവാക്യത്തിൽ എന്തോ പാകപ്പിഴയുണ്ട്. ഒരു ഇൻഡെക്സ് നോക്കിയാലും ഇന്ത്യ ഒന്നാമത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പറ്റുന്ന 2-3 കാര്യം, ഒന്ന് മൊബൈലിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തുണ്ട്, 3 ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഇനി അടുത്ത 3-ാമത്തെ കാര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശതകോടീശ്വരന്മാരുടെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യ 2047 ആകുമ്പോഴേക്കും 3-ാമത്തെ ഏറ്റവും വലിയ GDP ആയി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യാശിക്കാം. കാരണം നമ്മുടെ ഇന്ത്യയുടെ GDP വളരുന്നത് അസമത്വമില്ലാതെ എല്ലാവരിലേക്കുമായി വിതരണം ചെയ്യപ്പെടുന്നത്,
ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ആണെങ്കിലും അദ്ദേഹത്തിന്റെ കൂട്ടാളികളാണെങ്കിലും ഭരണകക്ഷിക്കാരാണെങ്കിലും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രാഥമിക മേഖല, കൃഷിയും അനുബന്ധ ഘടകങ്ങളും, ഇൻഡസ്ട്രീസ്, അതായത് വ്യവസായവും അനുബന്ധമായിട്ടുള്ള മേഖലകളും, സേവനം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു മേഖല, ഈ പറയപ്പെട്ട 3 മേഖലകളും ഒരു സമ്പദ്ഘടനയെ മുഴുവനും എൻവലപ്പ് ചെയ്യുന്ന, മുഴുവനും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് ഈ പറയപ്പെട്ട മേഖലകള്. വ്യവസായം, ഇൻഡസ്ട്രി, അതുപോലെ സേവനം, ഈ 3 മേഖലകൾ. ഈ 3 മേഖലകളിലും ഉണ്ടാകുന്ന വളർച്ച, ആ വളർച്ചയാണ് GDP എന്ന് നമ്മൾ പറയുന്നത്. അതായത് ആഭ്യന്തര മൊത്ത വരുമാനം. ആ വളർച്ചയെ അതിന്റെ മണി വാല്യൂവിൽ കാണിക്കുന്നതാണ് ആഭ്യന്തര മൊത്ത വരുമാനം എന്ന് പറയുന്നത്. അതിന്റെ മാർക്കറ്റ് വാല്യൂവിൽ കാണിക്കുന്നത്, വിപണി വിലയിൽ കാണിക്കുന്നത്. അതേ സമയത്ത് എന്താണ് വികസനം എന്ന് പറയുന്നത്? ഇത് വളർച്ചയായുള്ളൂ ആദ്യം പറഞ്ഞത്. എന്താണ് വികസനം എന്ന് പറയുന്നത്? വികസനമാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വളർച്ച ജനങ്ങളിലേക്ക് സന്തുലിതമായിട്ട് വിതരണം ചെയ്ത് കൊടുക്കപ്പെടണം. പക്ഷെ ഇന്ത്യയില് അത് സന്തുലിതമായി വിതരണം ചെയ്യപ്പെട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? അല്ല. എന്ത് സംഭവിച്ചു? 2016 ശേഷം ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നു പ്രത്യേകത? 2016 നവംബർ 8 സ്മരിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളെ? അന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെ കറൻസിയുടെ 86.4% ഒറ്റ നിമിഷം കൊണ്ട് പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന് ഇനി വാല്യൂ ഇല്ല, ഇതിന് ഇനി വിലയില്ല എന്നും പറഞ്ഞ് അത് വിലരഹിതമാക്കി പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വലിയ കോടീശ്വരനായിട്ട് ഉറങ്ങാൻ കിടന്നവർ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല, ഒരു മാർച്ച് വരെ, നവംബറിൽ ഇത് വരുമ്പോൾ മാർച്ച് 31 വരെ ആ കറൻസി മാറ്റിയെടുക്കാനായിട്ട് പുതിയ കറൻസിയിലേക്ക് അത് ബാങ്കിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്ത് പുതിയ കറൻസി ആയിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു രീതി കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് 86%-ലധികം കറൻസി പിൻവലിച്ചതോടെ ഇന്ത്യയിലെ നാമമാത്ര ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെല്ലാം നിലംപൊത്തി, സ്റ്റാർട്ടപ്പുകൾ, ബിസിനസ്സുകൾ എല്ലാം തകർന്നു. ആ തകർച്ചയുടെ പരിണിത ഫലമായിട്ട് ഇക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് 63 ലക്ഷം MSMEs, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അടച്ചുപൂട്ടിപ്പോയെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര കോടി ജനങ്ങളാണ് തൊഴിൽ രഹിതരായത് എന്നൊന്ന് അനുമാനിച്ചു നോക്കൂ. അതുകൊണ്ട് ഈ ഇക്കണോമിക് സർവേ പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഓർമ്മിക്കണം, ലേബറേഴ്സിന്റെ മുക്തിക്ക് വേണ്ടി, അവരുടെ ഡീസന്റ് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി 1919 നിലവിൽ വന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ആ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അടുത്തിടെ പുറത്തുവിട്ട ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് തോത് 82.9%. എങ്ങനെയാണ് ഇത്ര ഭീകരമായ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായത്? അതിന്റെ തുടക്കമാണ് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലായിരുന്നു നമ്മുടെ ഈ 86.4% കറൻസി പിൻവലിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം. വലിയ ഒരു ഇടുത്തിയായിട്ടാണ് ഇന്ത്യൻ ജനതയുടെ മുകളിലേക്ക് ആ പ്രഖ്യാപനം വന്നു വീണത്. ഈ പറയപ്പെട്ട, അതായത് അവരുടെ കണക്ക് തന്നെ, നീതി ആയോഗിന്റെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ ഈ അടുത്ത ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നു 63 ലക്ഷം നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അടച്ചുപൂട്ടിപ്പോയി നോട്ട് നിരോധനത്തിന് ശേഷം. അപ്പൊ ആ നോട്ട് നിരോധനം നടന്നത് ഈ 10 വർഷത്തിനിടയ്ക്കാണ്. 2016 2016 നവംബർ 8. അത് കഴിഞ്ഞാണ് GST കൊണ്ടുവന്നത്. GST കൊണ്ടുവന്നപ്പോൾ അതും വേണ്ടത്ര പഠനം നടത്തി, വേണ്ട രീതിയിലല്ല, ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒറ്റ അടിക്ക് അങ്ങ് കൊണ്ടുവരിക ചെയ്തത്. അതിന് വേണ്ടത്ര മുൻ പഠനം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ എടുത്തതുകൊണ്ട് അത് മറ്റൊരശനിപാതമായി ഇന്ത്യൻ ജനതയുടെ മേൽ, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മേൽ പതിക്കുകയാണ് ഉണ്ടായത്. അതും കശക്കി എറിഞ്ഞു ഇന്ത്യൻ സമ്പദ്ഘടനയെ. ഇതൊക്കെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് അറിയില്ലാഞ്ഞിട്ടാണോ? ആണെങ്കിൽ അദ്ദേഹത്തോട് കൂടി നിൽക്കുന്ന സാമ്പത്തിക വിശാരദർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇനി അതുപോലെ മൂന്നാമത്, അത് മോദിയോ ആരും പറഞ്ഞിട്ടല്ല, വന്ന് വീണ COVID-19. ഈ COVID-19 നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം പതുക്കെ പിച്ച വെച്ച് ഉയർന്നു വന്ന് നടന്നു തുടങ്ങിയ ആ MSME സെക്ടറിനെ വീണ്ടും തള്ളി താഴെ ഇട്ടു. അപ്പൊ എന്താണ് ഈ MSME സെക്ടറിന്റെ പ്രത്യേകത ഇന്ത്യയെ സംബന്ധിച്ച്?
ഏറ്റവും കൂടുതൽ തൊഴിൽ, അതായത് ഏകദേശം 96% തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് നാമമാത്ര ഇടത്തരം ചെറുകിട സംരംഭങ്ങളാണ്. ആ സംരംഭങ്ങൾ വീണുടഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് ILO പറഞ്ഞതിന്റെ ലോജിക്ക്. അതായത് +2 മുകളിലേക്ക് വിദ്യാഭ്യാസം ഉള്ളവരുടെ 82.9% തൊഴിലില്ലായ്മ ഇവിടെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ തൊഴിലില്ലായ്മ ഒരു വശത്ത്, മറുവശത്ത് അസമത്വം. അപ്പൊ തൊഴിലില്ലായ്മ അസമത്വത്തിലേക്ക് നമ്മളെ വലിച്ചഴച്ചു കൊണ്ടുപോകും എന്നതിന് സംശയമില്ല. തൊഴിലില്ലാതെ ആയാല് എങ്ങനെയാണ് ജനങ്ങളുടെ കയ്യിൽ അന്നന്നേ അപ്പത്തിനുള്ള പണം എത്തുക? തൊഴിൽ കൊണ്ടാണ് അന്നന്നേ അപ്പത്തിനുള്ള പണം എത്തേണ്ടത്. അപ്പൊ തൊഴിലില്ലായ്മ ഒരു വശത്ത്, അതോടൊപ്പം രണ്ടാമത് എന്താണ്? പണപ്പെരുപ്പം, അതായത് വിലക്കയറ്റം. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില 8.9% എത്തി നിൽക്കുകയായിരുന്നു ബജറ്റിന് തൊട്ട് മുൻപ്. എന്നിട്ട് എങ്ങനെയാ പെട്ടെന്ന് ഒറ്റയടിക്ക് ഭക്ഷ്യവിലക്കയറ്റം താണു എന്ന് പറയുന്നത്? ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇത്തിരി വില കുറഞ്ഞേക്കാം. കാരണം ഗവൺമെന്റ് സിവിൽ സപ്ലൈസ് വഴിയായിട്ട് സാധനങ്ങൾ, ലോക്സഭാ ഇലക്ഷനിൽ ഗവൺമെന്റിന് കിട്ടിയ അടി കനത്ത അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിവിൽ സപ്ലൈസിനെ ഒന്ന് ഉഷാറാക്കാനും സിവിൽ സപ്ലൈസ് വഴിയായിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ന്യായവിലയ്ക്ക് കൊടുക്കാനും ശ്രമിച്ചേക്കാം. അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഇപ്പോഴും പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റം തന്നെയാണ്. എന്നിട്ട് പറയുന്നു വില താണിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധനം വിപണിയിൽ ചെന്ന് വാങ്ങുമ്പോൾ പഴയതുപോലെ തീ വിലയാണ് താനും. അപ്പം എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായി. രണ്ടാമത് തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് ഡിമാൻഡില്ല. ഡിമാൻഡ് ഇല്ലാതെ ആവുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകരുത്, വില കുറയണം. പക്ഷേ സാധനങ്ങളുടെ ഉൽപാദനവും കുറഞ്ഞു. പാരിസ്ഥിതികമായ മാറ്റങ്ങൾ കൊണ്ടും ഒക്കെ എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം കുറഞ്ഞു. പിന്നെ ഇവിടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവയൊക്കെ കൊണ്ടുവന്ന് വലിയ തോതില് വിൽപ്പന നടത്തുന്നു. അതൊന്നും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതായിരിക്കില്ല. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയപ്പെട്ട MSME സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് സ്തംഭിച്ച് ഇന്ത്യക്കാർ മുഴുവൻ ഇന്ത്യ വിട്ട് ഇപ്പൊ ബ്രെയിൻ ട്രെയിനേ ഉള്ളൂ. മറ്റേ ജോലി തേടി, അന്നേപ്പത്തിനുള്ള ജോലി തേടി ഇന്ത്യ വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കും. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യ ഒന്നാമത് എന്ന് പറഞ്ഞ് പ്രസംഗങ്ങൾ കാച്ചിയത് കൊണ്ട് മാത്രം ഇന്ത്യ ഒരിക്കലും ഒന്നാമത് ആവുകയില്ല. ഇന്ത്യ ഒന്നാമതാകണമെങ്കിൽ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ തന്നെ മൂലധന മേഖലയിൽ നിക്ഷേപം വരണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തില്, സാമൂഹ്യ സുരക്ഷയില് നിക്ഷേപം വരണം. പക്ഷെ ഈ പ്രാവശ്യം ഒട്ടുമിക്ക മേഖലകളിലേക്കും ചെലവ് ചുരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ചെലവ് ചുരുക്കുമ്പോൾ, അതായത് പോപ്പുലേഷൻ ഒരു വശത്ത് വളരുന്നു, മറു സൈഡില് എഡ്യൂക്കേഷനില് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. ആരോഗ്യത്തിന്റെ കാര്യം ഞാൻ ഒന്നോടെ എടുത്തു പറയാം. 2017 ഇതേ ഗവൺമെന്റ് കൊണ്ടുവന്ന ആരോഗ്യ നയം, അതാണ് ഇവരുടെ നയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലെന്ന് ഞാൻ പറയുന്നത്. ആരോഗ്യ നയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2020 ആകുമ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെന്റ് GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണമെന്ന. എന്താ 2% പോയത്? അതേ സമയത്ത് സംസ്ഥാനങ്ങൾ 8%. എന്താ സംസ്ഥാനങ്ങൾ 8? അതായത് ഇതൊരു സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ് ആരോഗ്യം എന്നതുകൊണ്ട്. അപ്പൊ 2% ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം ബജറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഈ ബജറ്റിൽ എത്രയാ മാറ്റിവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരിശോധിക്കുമോ? അതായത് GDPയുടെ 0.38% ആണ് ബജറ്റില് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ എവിടെയാണ് ബജറ്റിന്റെ, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ എവിടെ, പ്രവർത്തനം എവിടെ? അത് കാണിക്കാൻ വേണ്ടി. അതുപോലെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണം GDPയുടെ. പക്ഷെ ഇക്കഴിഞ്ഞ ബജറ്റില് GDPയുടെ 0.27% ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടുന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതിരിക്കും? ഇവിടുത്തെ ക്വാളിറ്റി വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതലാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയപരിപാടികളിൽ ഒന്ന് പറയുന്നു, പ്രവർത്തനത്തിൽ മറ്റൊന്ന് കാണിക്കുന്നു. ഇതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ വർഷം മുതൽ ഈ 10 വർഷം, 11ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. ഈ വർഷങ്ങളിലൊക്കെ വൻ പ്രഖ്യാപനങ്ങൾ പുരയ്ക്ക് മുകളിൽ പ്രഖ്യാപിക്കുക, പക്ഷേ യാതൊന്നും നടപ്പാക്കാതിരിക്കുക. അതാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ഇവിടെ നിന്ന് തന്നെ 2 മന്ത്രിമാരുണ്ടല്ലോ, ഈ മന്ത്രിമാരൊക്കെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തന്നെയാണ്. എന്നിട്ട് ഈ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ പോളിസികളെ
പ്രഖ്യാപനങ്ങളും പ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കാൻ തന്റെ ഇടമുള്ള സാമ്പത്തിക വിശാരദരെ അദ്ദേഹത്തിന്റെ മുൻപിൽ എത്തിക്കണം. അവർ ചൂണ്ടിക്കാണിക്കട്ടെ. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി നല്ല ഉദ്ദേശശുദ്ധിയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഒന്നും നടപ്പിലാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ചുറ്റുവട്ടത്തിൽ വർത്തിക്കുന്നവരൊക്കെ അവനവന്റെ കാര്യമായിരിക്കും നോക്കിക്കൊണ്ടു പോകുന്നത്. അതൊരു പക്ഷെ നരേന്ദ്രമോദി അറിയുന്നുണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കാം ഈ പ്രഖ്യാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും തമ്മിലോ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നാം കാണേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് അല്ല വേണ്ടത്. നമുക്ക് പ്രഖ്യാപനം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ 144,17,00,000 ജനങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ എന്താ പറയുക, ഇനിക്വാളിറ്റി, അസമത്വം കുറച്ചു കൊണ്ടുവന്ന് അവരുടെ എല്ലാവരുടെയും ആരോഗ്യം സമ്പുഷ്ടമാക്കുക, വിദ്യാഭ്യാസം നന്നാക്കുക, ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കുക, ഇന്ത്യ അങ്ങനെ വളർച്ചയുടെ പാതയിലൂടെ ലോകത്തിന്റെ 1ാം GDP ആയിട്ട് ക്രമേണ ഉയർത്തിക്കൊണ്ടുവരിക. ആ സ്വപ്നം സഫലീകരിക്കാറാകണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റുകളുടെ പ്രഖ്യാപനവും പ്രവർത്തനവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ആ വ്യത്യാസം നാം ഇടപെട്ട് അടച്ചേ മതിയാവും.